ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വകുപ്പ് എന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, മരുന്നുകൾക്കും ഉപകരണങ്ങൾക്കുമായി വിതരണക്കാർക്ക് നൽകാനുള്ള വൻ സാമ്പത്തിക ബാധ്യത. അത് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങ് കൂടെ സഹായിച്ചാൽ മാത്രമേ, അങ്ങയുടെ വകുപ്പ് ധനകാര്യം സഹായിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. കൊടുത്ത കാശുണ്ടല്ലോ, ഇനിയുള്ള കാശ് ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് മറ്റു മാർഗങ്ങൾ ആലോചിക്കാവുന്നത്. പക്ഷെ കൊടുത്ത സാധനത്തിന് കാശ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവര് ഇനിയുള്ള സാധനങ്ങൾ തരൂ. ഉദാഹരണം പറഞ്ഞാൽ, ഈ വിവിധ പദ്ധതികൾക്കായി സർക്കാരിന് വലിയ കുടിശ്ശികയുണ്ട്. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, നമ്മുടെ പഴയ കാരുണ്യ പദ്ധതി, അതിന്റെ പേര് മാറ്റി കാരുണ്യ സുരക്ഷാ പദ്ധതി വഴി ആശുപത്രികൾക്ക് നൽകാനുള്ള ക്ലെയിമുകൾക്ക് മാത്രം 2017 കോടി രൂപയാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്. ഇതിനുവേണ്ടി ഒരു സ്കീമിന്റെയാ പറയുന്നത്. കൂടാതെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് KMSCL, അതിന് നൽകാനുള്ള കുടിശ്ശിക 476 കോടിയായി ഉയർന്നിരിക്കുന്നു. ഇത് രണ്ടിനും മാത്രമാണ്. വിതരണക്കാരുടെ സമരമുണ്ട് ഇപ്പൊ. ഇത് ആശുപത്രി സാധനങ്ങൾ തന്നവരുടെ 150-ൽ പരം